Good morning all. Today we are going to learn 9th standard geography chapter 2 വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതായത് പർവ്വതങ്ങൾ, അതുപോലെ അതിവിശാലമായ സമതല ഭൂമികൾ, പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ മുതലായവയെല്ലാം ഭൂരൂപങ്ങളാണ് അല്ലെ. ഇതെല്ലാം ഭൗമോപരിതലത്തിലാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ഈ ഭൂരൂപങ്ങൾ എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ രൂപം കൊണ്ടതാണ് ഇതൊക്കെയെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഒന്നാണ് ഉത്തരപർവ്വത മേഖല. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുകയുണ്ടായി. അപ്പോൾ ആ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് മേഖലയുടെ തെക്കു ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗമുണ്ട്. അത് എന്ന് പറയുന്നത് ഒരു എക്കൽ സമതലമാണ്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതായത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അതായത് ഉത്തരപർവ്വത മേഖലയുടെ തെക്കുഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗം അല്ലെങ്കിൽ അതിവിശാലമായ എക്കൽ സമതലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ഈ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം, അതിന്റെ പർവ്വത നിരകൾ അതൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഉത്തരപർവ്വത മേഖലയിലേക്ക് വരുന്ന ഏതാണ്? പർവ്വത മേഖലയിൽ വരുന്നത് ഏതാണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് ഓർത്തു വെക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ഭൂപ്രകൃതി വിഭാഗം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഒഴുകുന്ന വെള്ളം, അതുപോലെ കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായാണ് വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയവ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായാണ് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഇവയെ ഭൂരൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ ഭൂരൂപ രൂപീകരണ പ്രക്രിയകളെന്നും വിളിക്കുന്നു. അപ്പോ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് ഭൂരൂപ രൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ എന്തെന്നും അറിയപ്പെടുന്നു? ഭൂരൂപ രൂപീകരണ പ്രക്രിയകളെന്നും അറിയപ്പെടുന്നു എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതുപോലെ ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ബാഹ്യശക്തികൾ എന്ത് ചെയ്യുന്നു? ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോവുകയും അത് താഴ്ന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും? നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ അറിയപ്പെടുന്ന പേര് ആണ് നിക്ഷേപണം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കൾ, അതായത് ബാഹ്യശക്തികൾ മൂലം ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നിക്ഷേപണം എന്ന് ഓർത്തു വെക്കുക. ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്കൽ എന്ന് നമുക്ക് നോക്കാം. അതായത് നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളാണ് എക്കൽ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? എക്കൽ എന്ന് ഓർത്ത് വെക്കുക. അതാണ് എക്കൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ, മഴത്തുള്ളികൾ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ടു പോകുന്നു. ഇത് നേരെ എവിടെയാണ് പോകുന്നത്? താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? നിക്ഷേപണം എന്ന് പറഞ്ഞത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്.
ഇനി അതുപോലെ തന്നെ ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം എന്ത് ചെയ്യും? മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്നു അല്ലെ. ഇത് ഇങ്ങനെ നിക്ഷേപിച്ച് മഴവെള്ളം എന്ത് ചെയ്യുന്നു? താഴ്ന്ന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നു അല്ലെ. അതുപോലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ എന്ത് ചെയ്യുന്നു? ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അതെന്തായി മാറുന്നു? അരുവികളാകുന്നു. പല അരുവികൾ ചേർന്ന് എന്തായി മാറുന്നു? നദികളായി വികാസം പ്രാപിക്കുന്നു. അതുപോലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദി എന്ത് ചെയ്യുന്നു? വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അത് അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഘടന, അതായത് എങ്ങനെയാണ് അത് അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് എങ്ങനെയാണ് നീർച്ചാലുകൾ എന്ത് ചെയ്യുന്നു? മഴ പെയ്യുമ്പോൾ നീർച്ചാലുകൾ എന്ത് ചെയ്യുന്നു? ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളാകുന്നു. പിന്നെ ഈ അരുവികൾ എന്ത് ചെയ്യുന്നു? അരുവികളെല്ലാം ചേർന്ന് നദിയായി മാറുകയും ഈ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് നദികൾ എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഈ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു? താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് അത് അതിവിശാലമായ എക്കൽ സമതലങ്ങളായി രൂപപ്പെടുന്നു. ഇത് പിന്നെ എന്തായി മാറുന്നു? നിക്ഷേപണ ഭൂരൂപങ്ങളായി സൃഷ്ടിക്കപ്പെടുന്നു. എന്തായിട്ടാണ്? നിക്ഷേപണ ഭൂരൂപങ്ങളായി സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ഓർത്തു വെക്കുക. ഇത് കണ്ടോ, ഇതാണ് ഉത്ഭവസ്ഥാനം. പിന്നെ ഇത് എന്ത് ചെയ്യുന്നു? ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്ന് പറയുന്ന 3 ഘട്ടങ്ങളുണ്ട്. ഉത്ഭവസ്ഥാനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പോഷക നദികൾ ഉണ്ടാവുന്നു. പിന്നെ നദീമുഖം, അതായത് നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖമെന്നും വിളിക്കുന്നു. അതായത് നദി ഉത്ഭവിക്കുന്ന പ്രദേശമാണ് ഈ ഉത്ഭവസ്ഥാനം, അതായത് പ്രഭവസ്ഥാനം എന്ന് പറയുന്നത്. ഈ നദി ഒഴുകി എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ കടലിലോ മറ്റേതെങ്കിലും ജലാശയങ്ങളിലോ പതിക്കുന്നതിനെ എന്തെന്നറിയപ്പെടുന്നു? ആ ഇടത്തെ അറിയപ്പെടുന്ന പേരാണ് നദീമുഖം. ഓക്കെ, അപ്പോ അതാണ് നദീമുഖം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ എന്ത് ചെയ്യുന്നു? വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് തന്നെ എന്താണ്? എങ്ങനെയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടതെന്നാണ്. അപ്പോ ഹിമാലയം എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഉപദ്വീപീയ ഇന്ത്യയിൽ ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ എന്ത് ചെയ്യുന്നു? വഹിച്ചു കൊണ്ടുവന്ന അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു? നിക്ഷേപിക്കപ്പെടുമ്പോഴാണ് എന്ത് ഉണ്ടാകുന്നത്? നമ്മുടെ ഫലഭൂയിഷ്ടമായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം ഉണ്ടാകുന്നത്. അതുപോലെ ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. അപ്പോൾ എവിടെയാണ്? ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടങ്ങളിലാണ് അവ നിക്ഷേപിക്കപ്പെടുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഒരു സമതലം രൂപം കൊള്ളുന്നത് എന്ന് ഓർക്കുക. ഇവിടത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കനം ഏകദേശം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെ ആയിരിക്കും. ഓക്കെ, അപ്പോ എന്താണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പഠിച്ചു. അവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നിക്ഷേപണ പ്രക്രിയ നടന്നതിന് ശേഷമാണ് ഈ ഒരു സമതല രൂപം കൊള്ളുന്നത് എന്നോർത്ത് വെക്കുക. ഇവിടത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കനം എത്രയായിരിക്കുമെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ് എന്ന് ഓർത്തു വെക്കുക. എത്രയാണ്? 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. അപ്പോ അതൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഹിമാലയ രൂപീകരണത്തിന്റെ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ ഒരു തടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഹിമാലയ പർവ്വത രൂപീകരണം അതിന്റെ ഫലമായി ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും രൂപം കൊണ്ടു. അതായത് ഹിമാലയ രൂപീകരണം സംഭവിക്കുമ്പോൾ അതിന്റെ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായിട്ട് രൂപപ്പെട്ട അതിവിശാലമായ തടങ്ങളാണ് ഈ യൂറേഷ്യൻ ഫലകവും ഇന്ത്യൻ ഫലകവും എന്ന് ഓർത്തു വെക്കുക. അപ്പോ അതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലത്തിന്റെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ?
അപ്പോ ഇത് ഉപദ്വീപീയ പീഠഭൂമി, സിന്ധുഗംഗ ബ്രഹ്മപുത്ര സമതലം, അതായത് ടിബറ്റൻ പീഠഭൂമി, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്നിട്ടാണ് സിന്ധുഗംഗ ബ്രഹ്മപുത്ര സമതലം, അതായത് കണ്ടോ അവസാദ നിക്ഷേപം അവിടെ ഉണ്ടായിട്ടാണ് സിന്ധുഗംഗ ബ്രഹ്മപുത്ര സമതലമായി മാറുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കണം. അതായത് ഗംഗ, യമുന, ബത്വ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ നോക്കി ഇത് അടയാളപ്പെടുത്തുക. ഓക്കെ, അടുത്തത് അപ്പോൾ ഹിമാലയൻ നദികൾ ഏതൊക്കെ, ഉപദ്വീപീയ നദികൾ ഏതൊക്കെ, ഇതൊക്കെ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുക. എന്നാലേ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണെന്ന് ഓർത്തു വെക്കുക. ഏതാണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമായിട്ട് അറിയപ്പെടുന്നത്. ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ പ്രദേശം എന്നറിയപ്പെടുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണെന്ന് ഓർത്തു വെക്കുക. ഇത് 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം എവിടെ വ്യാപിച്ചിരിക്കുന്നു? ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിന്റെ ശരാശരി വീതി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ് എന്ന് ഓർക്കുക. അതുപോലെ ഈ സമതലത്തിന്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വതനിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളുമാണ്. അപ്പോ ഇതിന്റെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ അതിരുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വടക്ക് സിവാലിക് പർവ്വതനിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളുമാണ്. അപ്പോ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ കിഴക്ക് പടിഞ്ഞാറ് അതിരുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, അതായത് ഈ സമതലത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുക, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ന് ഓർത്തു വെക്കുക. ഇവിടെ വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് വളരെയധികം അനുയോജ്യമായ മേഖലയായി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും അതുപോലെ നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിന്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായി ഈ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായി തിരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിന്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായ ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഏതെല്ലാമെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? രാജസ്ഥാൻ സമതലമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് ഉത്തരേന്ത്യൻ സമതലം, അതിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ. ഒന്ന് ബ്രഹ്മപുത്ര സമതലം, ഗംഗാ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലം എന്നിങ്ങനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. ബ്രഹ്മപുത്ര സമതലം, ഗംഗാ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാൻ സമതലം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉത്തരേന്ത്യൻ സമതലത്തെ കുറിച്ച് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്, ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്, എന്താണ് എക്കൽ എന്ന് പഠിച്ചു. അതുപോലെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, don't forget to watch my channel. If you like my channel, please like, share and subscribe. Okay, see you again. Okay, thank you.